പാവയ്ക്ക തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസ് 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു സവോള വേണം, 1 കപ്പ് തേങ്ങ വേണം, 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 7 അല്ലി വെളുത്തുള്ളി വേണം. ഉള്ളി കാച്ചി ഒഴിക്കാനായിട്ട് നമുക്ക് 4 or 5 കൊച്ചുള്ളി വേണം. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് എങ്ങനെയാണ് പാവയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഞാനിവിടെ പാവയ്ക്കയൊക്കെ നല്ല നീളത്തിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പുളിവെള്ളത്തിൽ നന്നായിട്ട് ഇതിൻ്റെ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടി വേണം. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ എങ്ങനെയാണ് പാവയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിനി തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഞാൻ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വെള്ളം നനവൊക്കെ നന്നായിട്ടൊന്ന് മാറട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വെള്ളം നനവൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉണ്ടല്ലോ, അതിൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി നമ്മുടെ പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ച 1/4 കപ്പ് തേങ്ങയൊന്ന് വറുത്ത് കോരിയെടുക്കാം. തേങ്ങ ഇപ്പം നമുക്ക് ആവശ്യത്തിനൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇപ്പം തേങ്ങയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണയിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്തു. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ബാലൻസ് ഉണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പാവയ്ക്ക ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 5-6 മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെക്കാം. എന്നിട്ടിതൊന്ന് വേകട്ടെ. ഇപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4-5 കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി കാച്ചിയത് കറിയിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മുടെ കറിക്ക്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. സ്പെഷ്യൽ താങ്ക്സ് ടു സാൻ മീഡിയ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.